ഹായ് ആരുത യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയുർവേദത്തിലെ ദിവ്യ ഔഷധമായ നമ്മൾ കാണാതെയും അറിയാതെയും പോയ മഞ്ചിഷ്ടയെക്കുറിച്ചാണ്. മഞ്ചിഷ്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയുർവേദത്തിൽ ചൂർണമായും തൈലമായും കഷായമായും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് വളരെയധികം നിറം തരുന്നതിന് മഞ്ചിഷ്ട സഹായിക്കുന്നു. മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കൂടി കാണിച്ചു തരാം. ആയുർവേദത്തിലെ 20 തരം സോപ്പുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇടുന്ന വീഡിയോയിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതാണ്. സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സോപ്പ് ബേസ്. നമുക്ക് മെൽറ്റാക്കാൻ വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ റോസ് വാട്ടർ. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രീക്കൻസ് ഓയിലാണ്. നമുക്ക് മണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടതാണ് നമുക്ക് ഗ്ലിസറിൻ. ഇത് നമുക്കൊരു തുള്ളി നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടതാണ് വിറ്റാമിൻ ഇയുടെ ഗുളിക. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോപ്പ് മഞ്ചിഷ്ടയാണ്. നമ്മുടെ ചർമ്മത്തിന് തിളങ്ങാൻ അത്യാവശ്യമായ ഒന്നാണ് മഞ്ചിഷ്ട. നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ, കരിവാളിപ്പ്, മുഖത്ത് കഴുത്തിൻ്റെ പിന്നിലുണ്ടാകുന്ന കറുത്ത അടയാളങ്ങൾ എല്ലാം മാറുന്നതിന് മഞ്ചിഷ്ട സോപ്പ് നമുക്ക് വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും നമുക്ക് വളരെ നല്ലതാണ്. മഞ്ചിഷ്ട നമുക്ക് മുഖത്ത് ഫേസായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അത് തൈരിലോ പാലിലോ മുട്ടയോ ചേർത്ത് നമുക്ക് മുഖത്തൊരു ഫേസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ അടയാളങ്ങളും മാറിക്കിട്ടും. ഞാൻ മഞ്ചിഷ്ടയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് മഞ്ചിഷ്ടയുടെ പൊടി ഞാൻ വാങ്ങാറില്ല. മഞ്ചിഷ്ട പൊടിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നത് നമുക്കറിയില്ല. നമ്മുടെ സ്കിന്നിന് വേണ്ടതാണല്ലോ. അത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒന്ന് തന്നെ ആയിരിക്കണം. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഞ്ചിഷ്ട കാച്ചി കുറുക്കി തന്നെയാണ് നമ്മൾ മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കാറ്. അപ്പോൾ മഞ്ചിഷ്ട സോപ്പ് കാച്ചി കുറുക്കുന്നതിന് വേണ്ടി പോവുകയാണ്. മഞ്ചിഷ്ടതയെ നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. മഞ്ചിഷ്ടതയെ കാച്ചി കുറുക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. മഞ്ചിഷ്ടയുടെ കളറാണ് ഈ കാണുന്നത്. മഞ്ചിഷ്ട തിളച്ച് വറ്റണം. കാരണം സോപ്പിൽ മഞ്ചിഷ്ടയിൽ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ സോപ്പിന് ഉറപ്പുണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് കാച്ചി വറ്റി ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെക്കാം. ഇതാണ് നമ്മുടെ സോപ്പ് ബേസ്. ഞാനൊരു രണ്ട് മൂന്ന് സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2-3 ദിവസം നമുക്ക് കൂടുതൽ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സോപ്പുകളാണ് ഇതൊക്കെ. മഞ്ചിഷ്ട സോപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളത് മഞ്ചിഷ്ട സോപ്പിൻ്റെ ബേസ് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. മഞ്ചിഷ്ട ബേസ് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെക്കാൻ പോവുകയാണ്. നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇനി നമ്മുടെ ഗ്യാസത്തേക്ക് വെക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ മഞ്ചിഷ്ട നല്ല കളറാണ്. മഞ്ചിഷ്ടയുടെ കളർ കണ്ട നല്ല കളറോടുകൂടി കാച്ചി വറ്റിക്കൊണ്ടിരിക്കുകയാണ് മഞ്ചിഷ്ട. അതിനോടൊപ്പം നമ്മുടെ സോപ്പ് നമ്മൾ ബേസ് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് മെൽറ്റായിട്ട് വരണം. അപ്പം നമുക്ക് മഞ്ചിഷ്ട സോപ്പ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാവരും മഞ്ചിഷ്ട സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കാം. മഞ്ചിഷ്ടയ്ക്ക് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മഞ്ചിഷ്ട നമുക്ക് കഷായമായിട്ടും അതുപോലെ ചോറിനായിട്ടും പൊടിയായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. മഞ്ചിഷ്ട നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മഞ്ചിഷ്ട നമുക്ക് കാച്ചി കുറുക്കി കഷായമായിട്ട് കഴിക്കാം. അങ്ങനെ മഞ്ചിഷ്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്.
മഞ്ചിഷ്ട വാങ്ങിച്ച് നിങ്ങൾ കാച്ചി കുറുക്കുക തന്നെ ചെയ്യും. നമ്മുടെ ബേസ് എല്ലായ്പ്പോഴും ഒരുപോലെ കിട്ടില്ല. ചില സമയത്ത് നമുക്ക് നല്ല ബേസ് കിട്ടും, ചില സമയത്ത് നമുക്ക് ബേസ് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം പിടിക്കും. നമുക്കെല്ലാവർക്കും വീട്ടിൽ ഇരുന്നിട്ട് സോപ്പ് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് നമ്മുടെ ആയുർവേദത്തിലെ പലവിധ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടും നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കി നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ ഫ്രണ്ട്സോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ അങ്ങനെ കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് നമുക്കൊരു നല്ല വരുമാന മാർഗമാണ് സോപ്പ്. അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ആയുർവേദത്തിലുള്ള സോപ്പുകൾ എല്ലാവരും വാങ്ങും. അപ്പം നമ്മൾ എല്ലാവരുടെ അടുത്ത് സോപ്പിനെ കുറിച്ച് പറയുക, ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കയ്യിൽ സോപ്പ് വാങ്ങും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ആയുർവേദത്തിൽ 10-20 തരം സോപ്പുകൾ പല രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് അത് സെയിലുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ആയുർവേദത്തിൽ ഒരു 20 തരം സോപ്പോളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. മഞ്ചിഷ്ട അതേ നന്നായിട്ട് കാച്ചി കുറുകി വന്നിട്ടുണ്ട്. വേണ്ട നന്നായിട്ട് വെള്ളം വറ്റി വേണ്ട. മഞ്ചിഷ്ട നല്ല കളറാണ്. ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ കാച്ചി കുറുക്കി മഞ്ചിഷ്ട നല്ല ഇതായിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുഖത്ത് അപ്ലൈ ചെയ്താൽ നല്ല നിറം കിട്ടും. കുട്ടികൾക്കും വലിയ എല്ലാവർക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. മഞ്ചിഷ്ട കാച്ചി കുറുക്കി അത് നമ്മൾ അതിൻ്റെ പാത്രത്തിലേക്ക് ഇതാക്കിയിട്ടോ, പാത്രത്തിലേക്ക് ആക്കി. ഇനി നമ്മൾ അത് നമ്മുടെ സോപ്പ് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മഞ്ചിഷ്ടതി നമ്മുടെ സോപ്പ് ബേസിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ കണ്ട നമ്മുടെ മഞ്ചിഷ്ട ഇറക്കാണ് ചെയ്തത്. കണ്ട മഞ്ചിഷ്ട നല്ല നിറമായി നല്ല കളർ കണ്ട, മഞ്ചിഷ്ട കളർ കണ്ട. അപ്പോൾ നമ്മുടെ മഞ്ചിഷ്ട നല്ല കളർ കണ്ട, നല്ല കളറായി. ഇനി ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇരട്ടി മധുരം ചേർക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീക്കൻസ് ഓയിലും കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അലവര 2 തുള്ളി അലവരയുണ്ട്. അലവര നമ്മൾ ഇരട്ടി മധുരം അതുപോലെ കടലപ്പൊടി. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ചാലിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത്തിരി വെള്ളം വേണ്ടത് പോലാണ്ട് ഉണ്ടുണ്ട്. നമ്മളിനി മഞ്ചിഷ്ടയുടെ തുള്ളിയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം വെള്ളം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സോപ്പിന് ഉറപ്പുണ്ടാവില്ല. നന്നായിട്ട് ചാലിച്ചാൽ അല്ലെങ്കിൽ അവിടെ എടുക്കും. നമ്മുടെ സോപ്പിന് പഞ്ഞി ഉണ്ടാവില്ല. നമ്മൾ ചാലിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ നന്നായിട്ട് മഞ്ചിഷ്ട സോപ്പ് ബേസ് റെഡിയായി. ഇതിലേക്ക് നമ്മൾ 1 തുള്ളി റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് 1 തുള്ളി ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് ഫ്രീക്കൻസ് നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ഫ്രീക്കൻസ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളിത് നന്നായിട്ട് വിറ്റാമിൻ ഇയുടെ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കി നമ്മൾ നമ്മുടെ സോപ്പ് ബേസിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്.
മോൾഡിലേക്ക് ഒഴിക്കുന്നതാണ് കാണാം. ഇതിൻ്റെ മുകളിൽ പദം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് കൊണ്ട് മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മഞ്ചിഷ്ട സോപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് എല്ലാവിധ സോപ്പുകളും ഞാൻ റീസെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണമെന്നുള്ളവർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എനിക്ക് ആരുത, എൻ്റെ സോപ്പിൻ്റെ പേര് ആരുത എന്നാണ്. അതുപോലെ ആരുത ഹെയർ ഓയിലുണ്ട്, ആരുത സ്കിൻ കെയർ ഓയിലുണ്ട്, ആരുത താളിപ്പൊടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു 10 പ്രൊഡക്റ്റുകളും ആരുതയുടെ പേരിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾ കേരള കൊറിയർ സർവീസ് ഉണ്ട്. കൊറിയർ വഴി നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. സോപ്പ് റെഡിയായി നമ്മളിത് മോൾഡിൽ നിന്ന് നമ്മുടെ സോപ്പ് എടുക്കുകയാണ് ചെയ്യണത്. രണ്ടാമത്തെ സോപ്പ് നമ്മൾ എടുത്തു. കണ്ട നമ്മുടെ സോപ്പ് കണ്ട നല്ല ഭംഗിയായിട്ടുണ്ടായിട്ട് മോളൊക്കെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് സോപ്പ് നമ്മളെടുത്തു. കണ്ട നമ്മുടെ സോപ്പ് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത മോൾഡിൽ നിന്ന് അടുത്ത സോപ്പ് എടുത്തു.